guys, welcome to Apps Club. It's me Aparna. രേഖാചിത്രം എന്ന് പറയുന്നൊരു പടം ഒരു ഓക്കെ പടമാണ്. പക്ഷേ നമുക്കൊരു മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. വൺ ടൈം വാച്ച് മൂവിയാണ്. ചില ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് നമുക്ക് അങ്ങനെയാണ്, വൺ ടൈം വാച്ച് ആണ്. പിന്നെ നമ്മൾ മലയാളികൾ പല ടൈപ്പ് ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് കണ്ടതുകൊണ്ട് തന്നെ ഇതൊരു ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി മൂവിയാണെന്നൊന്നും നമുക്ക് അങ്ങനെ റിവ്യൂ പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അതിൽ നമ്മൾ ആസിഫ് അലി എന്നൊരു ആക്ട്രസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പെർഫോമൻസ്, പിന്നെ അനശ്വരയുടെ സൈഡിലുള്ള ഒരു പെർഫോമൻസ്, അതിലെ വില്ലൻ അല്ലെങ്കിൽ അതിൽ ആ ഒരു നെഗറ്റീവ് റോൾ ചെയ്തിരിക്കുന്നത് ആരാണോ ആളുടെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ആക്ടിങ് വൈസ് ആണെങ്കിലും വാട്ടെവർ, ബട്ട് എനിക്ക് ആളുടെ ആ ഒരു പെർഫോമൻസ്, കുറച്ച് സീനിലെ ആളുള്ളൂ പക്ഷെ ആ പെർഫോമൻസ് ഭയങ്കര ഒരു കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അധിക സിനിമകളിലൊന്നും ആളെ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഞാനത് ഹീറോ റോളിനേക്കാൾ കൂടുതൽ വില്ലൻ റോളിനെ ഒരു ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് ആളുടെ പെർഫോമൻസ് അതിൽ ഭയങ്കര സൂപ്പറായി ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി എനിക്ക് ആ പടത്തിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അതിലെ വില്ലന്റെ പെർഫോമൻസ് ആണ്. 1985 കാലഘട്ടത്തിലേക്കുള്ള ആ ഒരു മൂവിയുടെ എങ്ങനെയാണ് ആ ഷൂട്ടിങ്, അതിന്റെ ലൊക്കേഷൻ, നമ്മൾ ആ ഒരു ആക്ച്വലി നമ്മളൊന്നും ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരല്ല, പക്ഷെ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ ആ ഒരു പടം കൊണ്ടുപോകുന്നുണ്ട് പല സീക്വൻസിലും. അതായത് കാതോറ് എന്ന മൂവി റെഫറൻസിൽ ആണ് ഈ ഒരു കഥയുടെ ബാക്കി പോർഷൻസ് ഒക്കെ വരുന്നത്. അവിടെ തന്നെ നമുക്ക് പല ടൈപ്പിൽ പല സ്റ്റേജുകളിൽ നമ്മളുടെ പുതിയ ടെക്നോളജി, അതായത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് AI യൂസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിലവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വർക്ക് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. കാരണം അതൊരു ബ്രില്യൻ തോട്ടാണ്. ആ ഒരു സിനിമയിൽ കഥ ചെയ്യണ സമയത്ത് തന്നെ അതിൽ നമ്മൾ AI പുതിയ ടെക്നോളജികൾ യൂസ് ചെയ്തിട്ട് നമ്മൾ 1985 കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്ന സമയത്ത് അതൊരു നല്ല ബ്രില്യൻ തോട്ടാണ്. എനിക്ക് ഈ സ്റ്റോറി ഇഷ്ടമായി. പക്ഷെ ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവി ഒന്നും എനിക്ക് പറയുന്നില്ല, ഞാൻ അങ്ങനെ ഒന്നും റെഫർ ചെയ്യുന്നില്ല. പക്ഷെ നല്ല കഥയാണ്, എക്സ്പെക്ട് ചെയ്യാവുന്നൊരു കഥയാണ്. അതായത് എന്താണ് അതിന്റെ ക്ലൈമാക്സ് എന്നോ എങ്ങനെയാണ് കഥ പോകുന്നതെന്നൊക്കെ നമുക്ക് പല സ്ഥലങ്ങളും നമുക്ക് എക്സ്പെക്ട് ചെയ്യും. നമുക്ക് ഓൾറെഡി പ്രഡിക്റ്റബിൾ ആയിരുന്നു എല്ലാ കാര്യങ്ങളും. ആസിഫ് അലിയുടെ കിഷ്കിന്ധാകാന്ഡമായിട്ട് ഒന്നും ഈ മൂവി കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. എനിക്ക് ആ മൂവി എനിക്കൊരു ത്രില്ലിംഗ് ആയിരുന്നു. ഈ മൂവി എനിക്കൊരു ത്രില്ലിംഗ് അല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ എക്സ്പീരിയൻസ് എന്ന് പറയാം. ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടാകും. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി എന്ന് നമ്മൾ പറയത്തില്ലേ, അങ്ങനെ ഒരു മൂവി കാറ്റഗറിയിലല്ല, ഒരു ത്രില്ലർ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പല നല്ല ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് കണ്ടത് കൊണ്ടാവാം മേ ബി ഇത് നമുക്ക് അത്രയൊരു ത്രില്ലർ എക്സ്പീരിയൻസ് ഒന്നും തരുന്നില്ല. പക്ഷെ കാണാം, ആ ഒരു തിയേറ്ററിലുള്ള ടൈം നമ്മളൊന്ന് എൻഗേജ് ചെയ്യും. ബോറടിപ്പിക്കുക, ലാഗ് അടിപ്പിക്കുക, അല്ലെങ്കിൽ ഉറക്കം വരിക, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആ ഒരു കഥയായിട്ട് നമ്മളും കൂടെ അങ്ങോട്ട് ഇഴകി ചേരും. കാണാൻ പോകുന്നവരെ ഞാൻ പിന്തിരിപ്പിക്കുന്നില്ല. ഇത് കണ്ടവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക പറയാം.